പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാജസ്ഥാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു. മാത്രമല്ല പുതിയ സൈനിങ് ആയിട്ടുള്ള കോൾ ടോബീറ്റിയുടെ മികച്ചൊരു ഹെഡർ ഗോളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ വിജയിച്ചത്. എന്നാൽ പോലും മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ ആരാധകർ അത്ര സംതൃപ്തരൊന്നുമല്ല. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട്. സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന നവംബർ 3-ന് ഡൽഹിക്കെതിരെയാണ്. ഇതിലും ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല്ല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഡേവിഡ് കാറ്റല്ലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മത്സരമായിരുന്നില്ല ഇത്. നമ്മുടെ കളി ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല അടുത്ത മത്സരങ്ങളിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും ഡേവിഡ് കാറ്റല്ല വ്യക്തമാക്കി. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഡൽഹിക്കെതിരെയാണ്. നവംബർ 3-നാണ് ആ ഒരു മത്സരവും നടക്കുന്നത് ബാംബോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ്. അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നവംബർ 6-ന് മുംബൈ സിറ്റി എഫ്സിക്കെതിരെ മത്സരമുള്ളത്. ആ ഒരു മത്സരം നടക്കുന്നത് ഫത്തോഡ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. മറ്റൊരു കാര്യം, ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള തിയാഗോ ആൽവസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്നലെ ഇട്ട വീഡിയോയിലെ കമൻസിലെല്ലാം ചിലർ ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു തിയാഗോ ആൽവസ് എന്തുകൊണ്ടാണ് കളിക്കാത്തത് എന്നുള്ളത്. തിയാഗോ ആൽവസ് ഇന്നലത്തെ മത്സരത്തിൽ അവൈലബിൾ അല്ലാതിരുന്നതിന്റെ കാരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രെയിനിങ്ങിനിടയിൽ തിയാഗോ ആൽവസിന് ഒരു വീഴ്ച സംഭവിച്ചിരുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, താരത്തിന് ഇഞ്ചുറി ഒന്നുമില്ല. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് അദ്ദേഹത്തെ രാജസ്ഥാനെതിരെയുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, തിയാഗോ ആൽവസിന് ഇഞ്ചുറി ഒന്നുമില്ല. താരം നവംബർ 3-ന് നടക്കുന്ന ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ അവൈലബിൾ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.